സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മക്കാനാണിത്. അവിടെ എത്താൻ ഭാഗ്യം ലഭിച്ചത് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. سيدنا ونبينا محمدا عبد الله ورسوله. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر ولله الحمد. പ്രിയപ്പെട്ടവരെ, സ്വാഗതം. അന്ത്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്തിയുറങ്ങുന്ന മദീന ഷരീഫിലാണ്. ബലിപെരുന്നാൾ നമസ്കാരം മദീന ഹറമിൽ നിന്ന് നമസ്കരിച്ച് ഞങ്ങൾ മദീനയിലെ പവിത്രമായ സിയാറത്ത് കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇറങ്ങുകയാണ്. എത്ര കണ്ടാലും മടുക്കാത്തതാണ് ഓരോ വിശ്വാസിക്കും മദീനയുടെ കാഴ്ചകൾ. ആദ്യമായി ഞങ്ങൾ യാത്ര തിരിച്ചത് ഉഹുദ് താഴ്വരയെ ലക്ഷ്യമാക്കിയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായ യുദ്ധമാണ് ഉഹുദ് യുദ്ധം. ആ യുദ്ധം നടന്ന ചരിത്ര ഭൂമികയിലേക്കാണ് യാത്ര. യുദ്ധ രണഭൂമിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഉഹുദ് മസ്ജിദ്. മദീന ഹറമിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ നോർത്ത് ഡയറക്ഷനിൽ സഞ്ചരിച്ചാലാണ് ഉഹുദിലെ പ്രധാന സിയാറത്ത് കേന്ദ്രമായ ഉഹുദ് മസ്ജിദും അതിന് തൊട്ടടുത്തുള്ള ശുഹദാക്കളുടെ മക്ബറയും നിലനിൽക്കുന്നത്. ഞങ്ങൾ ഉഹുദിൽ എത്തിയിരിക്കുന്നു. ഉഹുദ് പള്ളിയിൽ വെച്ച് ളുഹറും അസ്റും ജം ആക്കി നമസ്കരിച്ചു. ഉഹുദിലാണുള്ളത്. ഉഹുദിലെ മസ്ജിദാണിത്. മസ്ജിദ് ഉഹുദ്. അതിൽ കയറി നമസ്കരിച്ചു. അപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹുവിനെയും ഇതുപോലെ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവൊക്കെ അന്തിയുറങ്ങുന്ന ശുഹദാക്കൾ അന്തിയുറങ്ങുന്ന മക്ബറയുണ്ട് ഇവിടെ. അവരെ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ജബലുർ റുമാത്ത് എന്ന് പറയുന്ന അന്ന് അമ്പെയ്ത്തുകാരായ 50 പേരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയിരുന്ന ആ ചെറിയ കുന്നാണത്. നിറയെ മുമ്പൊന്നും ഇങ്ങനെ ഷോപ്പുകളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെറിയ ഷോപ്പുകളൊക്കെ ഇവിടെ ഉണ്ട്. പർച്ചേസ് ചെയ്യാൻ വ്യത്യസ്ത തരം വസ്തുക്കളൊക്കെ, ഈത്തപ്പഴവും മറ്റു പലതരം വസ്തുക്കളും ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ പറ്റും. ഒരുപാട് ഷോപ്പുകളുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് മോഡിഫൈ ചെയ്തു. ഇവിടെയൊക്കെ ഒരു എന്താ പറയുക, സന്ദർശകർക്ക് വളരെ നല്ല സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി. മുമ്പൊന്നും ഇത്രയും സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം അത് മാഷാ അല്ലാഹ് ഒരു 10 വർഷത്തിൻ്റെ ഉള്ളിൽ വലിയ മാറ്റങ്ങളാണ് ഇവിടെയൊക്കെ സംഭവിച്ചത് കേട്ടോ. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു യുദ്ധമായ ഉഹുദ്, ആ ഉഹുദിൻ്റെ രണഭൂമിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പ്രധാനമായും നമുക്ക് ഇവിടെ സന്ദർശിക്കാനുള്ളത് മഹാന്മാരായ ഉഹുദിലെ ശുഹദാക്കളുടെ മക്ബറയാണ്. ഈ കാണുന്നതാണ് ഉഹുദിലെ 70ഓളം വരുന്ന ശുഹദാക്കളുടെ മക്ബറ. ഇതിൻ്റെ ഉള്ളിലാണ് ഖബറുകൾ. ഇത് പ്രധാനമായിട്ടും 4 മുഹാജിരീങ്ങളായ സഹാബികൾ. ഒന്ന് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ. അതേപോലെ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു ഒരു പ്രധാനപ്പെട്ട മഹാനായ ഒരു സഹാബിയാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലെ ആദ്യത്തെ പ്രബോധകൻ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം നബി തങ്ങളോട് ഏറെ രൂപത്തിൽ സാദൃശ്യമുള്ള വ്യക്തി കൂടിയായിരുന്നു. അതേപോലെ തന്നെ ഷമ്മാസ് റളിയല്ലാഹു അൻഹു, ഷമ്മാസ് ബിൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഈ 4 സഹാബത്തിൻ്റെ, മുഹാജിരികളായ സഹാബത്തിൻ്റെ മക്ബറ ഈ ഒരു കെട്ടിൻ്റെ ഉള്ളിലാണ്. അതിന് ചുറ്റും പിന്നെ 70ഓളം ബാക്കിയുള്ള സഹാബാക്കളുടെ മക്ബറയും ഖബറുകളും ഇതിൻ്റെ ചുറ്റുമുണ്ട്. ഇത് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ
മക്ബറ ഇജിറ 40കളിൽ ഒരു മണ്ണൊലിപ്പിൽ അത് ഖബർ പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ 2-3 ഖബറുകൾ ഒരുമിച്ചായിരുന്നു. ഹംസ റളിയല്ലാഹുവിനെയും അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹുവിനെയൊക്കെ ഒരുമിച്ചൊരു ഖബറിലായിരുന്നു ഉണ്ടായിരുന്നത്. മർവാൻ ഭരിക്കുന്ന കാലത്താണ്, അമവിയ ഭരണാധികാരി മർവാൻ ഭരിക്കുന്ന സമയത്താണ് ആ ഖബർ സെപ്പറേറ്റ് ആക്കി. അന്ന് ഹംസ റളിയല്ലാഹുവിൻ്റെയും ജഹ്ഷ് റളിയല്ലാഹുവിൻ്റെയൊക്കെ ശരീരം യാതൊരു കേടും കൂടാതെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് പിന്നെ മാറ്റി വേറെ വേറെ ഖബറിലാക്കി വീണ്ടും മറമാടുകയായിരുന്നു. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. മഹാന്മാരായ വളരെ ശ്രേഷ്ഠരായ ഇസ്ലാമിന് വേണ്ടിയിട്ട് ജീവത്യാഗം ചെയ്ത വലിയ ശുഹദാക്കളുടെ നേതാവായ ഹംസ റളിയല്ലാഹുവിൻ്റെ അടക്കമുള്ള ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് ഞങ്ങൾ ഈ ഉഹുദിൻ്റെ ഭൂമികയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. മസ്ജിദ് ഉഹുദാണ് ഈ കാണുന്നത്. ജബലു റുമാത്താണ് കാണുന്നത്. വലിയ ചരിത്രമുള്ള ഒരു പർവ്വതം കൂടിയാണത്. 50ഓളം വരുന്ന അമ്പെയ്ത്ത് വിദഗ്ധരായ സഹാബികളെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിൻ്റെ മുകളിൽ നിർത്തിയിരുന്നു. യുദ്ധം ഒരു ഗതി മാറിയപ്പോൾ യുദ്ധം അവസാനിച്ചു എന്നുള്ള ഒരു കണ്ടീഷനിൽ അവരതിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങുകയും, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞിരുന്നു നിർദ്ദേശം കിട്ടുന്നത് വരെ ഇറങ്ങരുത് എന്ന്. പക്ഷേ ആ സഹാബത്ത് അവർക്ക് യുദ്ധം അവസാനിച്ചു ഇനി ഇറങ്ങാമെന്നുള്ള ഒരു കാഴ്ചപ്പാടില്ല. അവരിൽ 40ഓളം പേര് അതിൻ്റെ താഴോട്ട് ഇറങ്ങുകയും 10 പേര് അവിടെ നിലയുറപ്പിക്കുകയും ചെയ്തു. മറുഭാഗത്ത് നിന്ന് വരുന്ന കണ്ടോ, ഇവിടെ ചുറ്റും ഉഹുദ് മദീനക്കൊരു കോട്ട പോലെ മദീനയുടെ ചുറ്റുമുള്ള ഏകദേശം 8 കിലോമീറ്ററോളം നീളത്തിലുള്ള ഒരു പർവ്വത നിരയാണ് ഉഹുദ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്രധാനമായും ഇതിൻ്റെ കണ്ണായൊരു സ്ഥലത്താണ് ജബലു റുമാത്തുള്ളത്. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ശത്രുക്കളുടെ വരവ് വളരെ പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നൊരു പർവ്വതമാണിത്. ഇതിപ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ ഹൈറ്റ് കുറഞ്ഞതായിരിക്കാം. എന്തായാലും ഈ കണ്ണായ സ്ഥലത്ത് നിന്ന് സഹാബത്ത് ഇറങ്ങിയതോടുകൂടി മറുഭാഗത്ത് നിന്ന് പിന്നീട് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പോരാളിയായി മാറിയ ഖാലിദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള അന്നത്തെ മക്കയിലെ മുശ്രിക്കീങ്ങളുടെ യുദ്ധത്തിൻ്റെ നേതൃത്വം നൽകിയിരുന്ന ഖാലിദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ശത്രുക്കൾ അവർ ഒന്നിച്ച് ഈ ബാക്കിയുള്ള 10 പേരെ നിഷ്ഠൂരമായി അവരെ അവിടുന്ന് നിഷ്കാസനം ചെയ്യുകയും അങ്ങനെ ഒരുപാട് 70ഓളം വരുന്ന സഹാബത്തിന് അതിൽ രക്തസാക്ഷിത്വം വഹിച്ച് ഒരു ഘട്ടത്തിൽ ഉഹുദിൽ പരാജയം ഏറ്റുവാങ്ങുന്ന ഒരു സമയം വരെ ഉണ്ടായി. അതൊക്കെ സംഭവിച്ച ഒരു രണഭൂമികയാണ് ഉഹുദ്. ഉഹുദിന് ഒരുപാട് ചരിത്രങ്ങളുണ്ട് പറയാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പർവ്വതമാണ്. ഉഹുദ് എന്നെ സ്നേഹിക്കുന്നു, ഞാൻ ഉഹുദിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ഹദീസ് തന്നെ പ്രസക്തമാണ്. അപ്പോൾ ആ ഒരു ഉഹുദിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ജബലു റുമാത്ത് ഉഹുദ്, ഉഹുദിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉഹുദ് യുദ്ധത്തിലെ തന്ത്രപ്രധാനമായ മേഖലയായ ജബലു റുമാത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ്. നല്ല ചൂടാണ് കേട്ടോ. മദീനയിൽ 45 ഡിഗ്രി സെൽഷ്യസാണ് ചൂട്. ഉഹുദ് മലയുടെ കാഴ്ചകളാണ് കാണുന്നത്. ഉഹുദിലെ മസ്ജിദിൻ്റെ കാഴ്ച, ജബലു റുമാത്ത്, മഹാന്മാരായ 70ഓളം വരുന്ന ശുഹദാക്കളുടെ സഹാബാക്കളുടെ ഖബറുകളുള്ള മക്ബറ, ഇതെല്ലാം നമുക്ക് ഉഹുദിൽ കാണാനുണ്ട്. ഉഹുദിലെ മഹാന്മാരായ ശുഹദാക്കളെ സിയാറത്ത് ചെയ്ത് ഞങ്ങൾ ഉഹുദ് യുദ്ധവേളയിൽ പരിക്കേറ്റ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാനായി സ്വഹാബത്ത് ഇരുത്തിയ ഗുഹയെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ഉഹുദ് യുദ്ധവേളയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിക്കേറ്റ സമയത്ത് സഹാബത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്
ഒരു പാറയുടെ ഇടയിലുള്ള ഒരു പൊത്തിൽ റസൂലുള്ളാഹിയെ അങ്ങോട്ട് സഹാബത്ത് മാറ്റി നിർത്തി. ആ ഒരു ചെറിയ പാറയുടെ പൊത്താണ് നിങ്ങൾ കാണുന്നത്. അല്ല, ഇപ്പം അവിടെ എന്തോ സിമെൻ്റ് ഇട്ട് അങ്ങനെ ഒരു പൊത്ത് പോലെ ആക്കിയിട്ടുണ്ട്. ആദ്യം അതൊന്നും ഇല്ലായിരുന്നു. അങ്ങോട്ട് കയറാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ ബ്ലോക്ക് ചെയ്തിരുന്നു. അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഇതിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറുകയാണ്. വാ വിശാലും നാസർക്കയും കയറണോ കയറണ്ടേ എന്നുള്ള ഒരു സംശയത്തിലിങ്ങനെ നിൽക്കുകയാണ്. മദീനയിൽ നല്ല ചൂടുള്ള ക്ലൈമാറ്റാണ് ഇപ്പോൾ കേട്ടോ. നല്ല ചൂടെന്ന് പറഞ്ഞാൽ ശക്തമായ ചൂട്, 45 ഡിഗ്രിയാണ്. ഏതായാലും ഞാൻ കയറാൻ തന്നെ തീരുമാനിച്ചു. കയറല്ലേ വിശാലല്ലേ? ബിസ്മില്ലാ. മുമ്പത്തേക്കാൾ ഒന്നുകൂടി കയറാൻ ഇവിടെ സൗകര്യം ചെയ്തിട്ടുണ്ട്. കല്ലുകൊണ്ടൊക്കെ പടുത്ത് ചെറിയ കെട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. എന്താ റിഷാലെ, കയറൊക്കെ ഉണ്ടല്ലേ? കയറാൻ പറ്റുമോ? നമ്മളെ റിഷാല് കയറാൻ ശ്രമിക്കുന്നുണ്ട്. റിഷാലെ, എനിക്ക് പിടിക്കാൻ കഴിയില്ല കേട്ടോ. ലൈവായിട്ട് ഇതിവിടെ ഇപ്പോൾ സിമെന്റ് കൊണ്ടൊക്കെ അടച്ചിട്ടാണുള്ളത്. ആദ്യം ഇതേപോലെ അല്ലായിരുന്നു. നല്ല ഇരിക്കാൻ പറ്റുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ശത്രുക്കൾക്ക് രണ്ട് ഭാഗത്ത് എവിടെ നിന്ന് നോക്കിയാലും പെട്ടെന്ന് കാണാൻ പറ്റാത്ത ഒരു ഗ്യാപ്പ് ആയതുകൊണ്ടാണ് സ്വഹാബത്ത് നബി തങ്ങളെ ഇങ്ങോട്ട് മാറ്റി കിടത്തിയിരുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മക്കാനാണിത്. അവിടെ എത്താൻ ഭാഗ്യം ലഭിച്ചത് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇതാണ് ഇങ്ങോട്ട് വരുന്ന വഴി. ഉഹുദ് പർവ്വതത്തിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. ഉഹുദ് മസ്ജിദാണ് അവിടെ ദൂരത്ത് നിങ്ങൾ കാണുന്നത്. ജബൽ റുമാത്ത് അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നുണ്ട്. അതിൻ്റെ ഒരു വശത്തായിട്ട് നമുക്ക് ഈ ഒരു പർവ്വതവും ഈ ഗുഹയും കാണാൻ പറ്റും. എൻ്റെ പ്രവാസത്തിൻ്റെ ആദ്യകാലത്ത് ഏകദേശം 10 വർഷങ്ങൾക്കെല്ലാം മുമ്പ് ഞാനിവിടെ സന്ദർശിച്ചപ്പോൾ ഈ ഗുഹ ഓപ്പൺ ആയിരുന്നെങ്കിലും പിന്നീട് ഏതാനും വർഷങ്ങളായി ഇങ്ങോട്ടുള്ള പ്രവേശനം വലിയ ഇരുമ്പ് വേലി കെട്ടി തടയുകയും ഗുഹാമുഖം കോൺക്രീറ്റ് കൊണ്ട് അടക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാതെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. സൗദി ഗവൺമെന്റ് നയനിലപാടിന്റെ ഭാഗമായാവാം ഇപ്പോൾ ഇത് ഓപ്പൺ ആക്കിയത്. മാഷാ അല്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ട മുത്ത് ഹബീബ് തങ്ങളുടെ തിരുശരീരം സ്പർശിച്ച ആ പർവ്വതം. ഇത്ര ഭാഗ്യവാനാണ് പർവ്വതമേ നീ. മാഷാ അല്ലാഹ്. ഇപ്പോൾ ഇതിലെങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ആക്കിയതാണ് കേട്ടോ സംഭവം ഇത്. അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഇതിലെ കയറി പോവാം. ഉഹുദിൽ നിന്ന് ഞങ്ങൾ ചരിത്ര പ്രസിദ്ധമായ ദ ബാറ്റിൽ ഓഫ് ട്രെഞ്ച് ഹന്തക് യുദ്ധം നടന്ന ഭാഗത്തേക്ക് വളയം പിടിച്ചു. ഹന്തക്കിലെ സുപ്രധാന കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കാത്തിരിക്കുക.